ഇറാൻ ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ആരാങ്കോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണം ഇസ്രായേൽ ആസൂത്രണം ചെയ്ത ഒരു ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. പ്രാദേശിക രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇസ്രായേൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് ഇറാന്റെ വാദം. അതേസമയം ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന പേരിൽ ശക്തമായ സൈനിക നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക, അവരുടെ നാവികസേനയെ ഇല്ലാതാക്കുക, രാജ്യം അണുവായുധം കൈക്കലാക്കുന്നത് തടയുക എന്നിവയാണ് ഈ ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ 3-ാം ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേലിന്റെ വിഖ്യാതമായ അയേൺ ഡോം പ്രതിരോധ സംവിധാനത്തെ പോലും വെട്ടിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ടെൽ അവീവ് നഗരത്തിൽ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണങ്ങളിൽ ജനവാസ മേഖലകളിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ദുബായിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെട്ടു. എന്നാൽ തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടന്ന മിസൈലുകളെ വിജയകരമായി വെടിവെച്ചിട്ടതായി ഖത്തർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു നിർണായക നീക്കത്തിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിലെ ഉദ്യോഗസ്ഥർ സൗദി അറേബ്യയിലും ഖത്തറിലും സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടതായും അവരെ ഈ രാജ്യങ്ങൾ പിടികൂടിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ അസ്ഥിരയുണ്ടാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന ഗൗരവകരമായ ആരോപണമാണ് ഈ സാഹചര്യത്തിൽ ഉയരുന്നത്. നിലവിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും.